വെൽക്കം ടു സ്റ്റോറി മങ്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വന്നിരുന്ന വലിയ കൊള്ളയെക്കുറിച്ച് CBI അന്വേഷിക്കണം, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ഇതിൽ മറുപടി ചോദിച്ചുകൊണ്ട് നോട്ടീസ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയെ അറിയിച്ചു. ഈ ഹർജിയിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്നറിയിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിനകം ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്, ഇതുവരെ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊള്ളയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കൊള്ളയ്ക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം പോലെ കരാർ ജീവനക്കാരായ 8 പേർ മാത്രമാണോ ഉത്തരവാദികൾ, അതോ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അംഗങ്ങളായിരുന്ന RSSൻ്റെയും VHPയുടെയും ഇതര സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളായിരുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ടോ? ആ ഉത്തരവാദിത്വം ട്രസ്റ്റിൻ്റെ ഈ ഭാരവാഹികളിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അതോ അവരെ നിയോഗിച്ചവരിലേക്ക് നീളുന്നുണ്ടോ? ഇതൊന്നും ഇത്രയും കാലം ഭരണകൂടം, കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും അറിയാതിരുന്നു. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രതിനിധികളായി ഉയർന്ന IAS ഉദ്യോഗസ്ഥർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി ട്രസ്റ്റിൽ ഉണ്ടായിരിക്കെ ഈ കൊള്ളയെക്കുറിച്ച് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഇക്കാലയളവിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഷീറിന് ഇങ്ങനൊരു വാർത്ത ആദ്യമായിട്ട് കേട്ടപ്പോൾ, ഇത് കുറേ ദിവസങ്ങളായല്ലോ ഇപ്പോൾ വന്നിട്ട്, ആദ്യമായിട്ട് കേട്ടപ്പോൾ ഒരത്ഭുതം തോന്നിയോ? ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടക്കും അല്ലെങ്കിൽ അങ്ങനെ കൊള്ള നടന്നു എന്നുള്ളതൊരു അത്ഭുതമായി തോന്നിയോ? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സർപ്രൈസിങ് ആയൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഈ ഇന്ത്യയിലെ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ അഴിമതി നടക്കാറുള്ളത്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, അത് സാധാരണഗതിയിലുള്ള അക്കൗണ്ടബിലിറ്റി മാനദണ്ഡങ്ങൾ അതിന് പാലിക്കേണ്ടതില്ല എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിങ് അത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട്, ഇന്ത്യയുടെ സമീപകാല ചരിത്രമെടുത്താൽ പോലും വലിയ കൊള്ള, പ്രത്യേകിച്ച് വളരെ കാലം കഴിഞ്ഞ് മാത്രം പുറത്തേക്ക് വരുന്ന വലിയ കൊള്ളകൾ നടന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴും ജനങ്ങൾക്ക് ഒരു നിലക്കും ഒരു നിജസ്ഥിതി അറിയാത്ത ഒരുപാട് വിവാദങ്ങൾ ക്ഷേത്രവും മറ്റ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലയിടത്തായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്ത് എത്രയുണ്ട് എന്നത് സംബന്ധിച്ച് ഏറെക്കാലത്തിന് ശേഷമാണ് ജനങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞത്. അതുപോലെ അറിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ തന്നെ ഒരുപാട് വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് മതസ്ഥാപനങ്ങൾ നടത്തുന്ന കൊള്ളയെക്കുറിച്ച്, അതിൻ്റെ നടത്തിപ്പിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പല കേസുകൾ പല കോടതികളിൽ. സ്വത്തിൻ്റെ കാര്യത്തിൽ അത് അന്യാധീനപ്പെട്ടതിൻ്റെ മൂല്യമെടുത്താൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊള്ളകൾ എന്നത് അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു തരത്തിലും ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത ഒരവസ്ഥയിലേക്ക് ഒരു തരം ഇമ്മ്യൂണിറ്റി അവർ നേടിക്കഴിഞ്ഞു എന്ന അവസ്ഥയിലുള്ളത് കൊണ്ട് അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തയും പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തുന്നതല്ല. പക്ഷേ അത്ഭുതപ്പെടുത്തുന്നതാണോ എന്ന് ചോദിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ അയോധ്യയിൽ ഈ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് അതിന് ഒരു വലിയ ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ 949 ഡിസംബർ 23-നും 24-നും ഇടയ്ക്കുള്ള രാത്രിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, അവിടെ ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി സ്ഥാപിച്ചൊരു ചതിയിലൂടെ ഇതൊരു കേസിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തി വർഗീയ വിഭജനത്തിനുള്ള ടൂളാക്കി മാറ്റി 992 ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് ഇത് ക്ഷേത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കോടതി വ്യവഹാരത്തിൻ്റെ അവസാന വിധിയിൽ പോലും വലിയ തോതിലുള്ള തർക്കങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ തീർപ്പുണ്ടാക്കുന്നത്. അതായത് അങ്ങോട്ട് നോക്കിയ ആളുകൾ ആരാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ക്ഷേത്രമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധിയൊക്കെ വരുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തുന്നു. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവിടെ അമ്പലം നിർമ്മിക്കുക, 67 ഏക്കർ ഭൂമി ആ ട്രസ്റ്റിന് കൈമാറ്റം ചെയ്യുക, അവിടെ ഒരു അമ്പലം ഉണ്ടാക്കുക, അതിൻ്റെ മാനേജ്മെൻറ്റ് കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വിധിന്യായം ഉള്ളത്.
അങ്ങനെ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപനം നടത്തുന്നു. കേന്ദ്ര സർക്കാർ പ്രൈവറ്റ് ട്രസ്റ്റാണ്. അതെ, അതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. പക്ഷേ കേന്ദ്ര മന്ത്രാലയം നേരിട്ടാണ് ആ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ആ ട്രസ്റ്റുകളെ ആകെയുള്ള 15 പേരിൽ 12 പേരെയോ മറ്റോ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, നീതിന്യായ സംവിധാനത്തിൻ്റെ ഇടപെടൽ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറേ കാലം അതിൻ്റെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട ഒരു ടൂളിന് ശേഷം രൂപീകരിക്കപ്പെട്ട ആ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഈ കോൺട്രവേഴ്സിക്കുള്ളത്. യഥാർത്ഥത്തിൽ BJP ഇന്ത്യയിൽ അധികാരത്തിലെത്താൻ, അത് മോഡി സർക്കാരിൻ്റെ കാലത്തല്ല, വാജ്പേയി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് പോലും ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിക്കാട്ടി അതിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ BJP. ഒരു കാരണവശാലും BJP ഇത്ര പെട്ടെന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് 30 വർഷം മുമ്പ് കണക്കാക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ അയോധ്യ മൂവ്മെൻറ്റ് വഴിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് BJP കടന്നു കയറിയത്. അതുകൊണ്ട് തന്നെ BJPയെ അധികാരത്തിലെത്തിച്ച മോഡി സർക്കാരിനെ അധികാരത്തിൽ 3 ടേം തുടരാൻ കാരണമാക്കിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അയോധ്യ മൂവ്മെൻറ്റിനും ആ സമരത്തിനും, അല്ലെങ്കിൽ സമരമെന്നാണോ പറയേണ്ടത്, ആ രാഷ്ട്രീയ നീക്കമെന്നാണോ, എനിവേ അയോധ്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ആ കോർ സബ്ജക്റ്റിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ തിരിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും കാലം BJPക്കും RSSനും ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു പ്രശ്നത്തെ, ഇപ്പോൾ ക്ഷേത്രമുണ്ടാക്കിയത് ഈ അടുത്ത കാലത്താണല്ലോ, ക്ഷേത്ര നിർമ്മാണം സാധിച്ചവർ എന്ന നിലയിൽ അടുത്ത തവണ കൂടി വോട്ടിന് ജനങ്ങളെ സമീപിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്. ആ പ്രശ്നം ഒരു അഴിമതിയുടെ പ്രശ്നമായി, ഒരു കെടുകാര്യസ്ഥതയുടെ പ്രശ്നമായി, ഒരു അമ്പലക്കൊള്ളയുടെ പ്രശ്നമായി മാറുകയാണ്. അയോധ്യ പ്രശ്നം സംബന്ധിച്ചുള്ള BJPയുടെയും RSSൻ്റെയും പൊളിറ്റിക്കൽ എന്താ പറയുക റിവാർഡ് അവസാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ തിരിച്ചു കൊടുക്കാനുള്ള സമയമാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം മറച്ചു പിടിച്ചാലും, എങ്ങനെയെല്ലാം ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചാലും, അടുത്ത തെരഞ്ഞെടുപ്പിൽ അയോധ്യ BJPക്ക് അനുകൂലമായ സബ്ജക്റ്റ് അല്ല, BJPക്ക് എതിരായ സബ്ജക്റ്റായി മാറാൻ പോവുകയാണ്. ഇതാണ് ഈ കൊള്ളയുടെ പ്രത്യേകത. ഈ കൊള്ളയുടെ പ്രത്യേകത അതായിരിക്കും തന്നെ ഇതിനെ വലിയ തോതിൽ മറച്ചു പിടിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ പല പ്രശ്നങ്ങളോടും പ്രതികരിക്കുന്ന പല നേതാക്കളും ഇതുവരെ ഇതിനോട് പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കോൺഗ്രസിനുള്ളിൽ നിന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പാർട്ടികളുടെ നിന്നും ഉയരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് പാർലമെൻറ്റിൽ ഈ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹമാണ് രാമക്ഷേത്രത്തിന് ഭൂമി പൂജ നടത്തുന്നത്. അദ്ദേഹമാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത്. ഇതൊക്കെ നടത്തിയ പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വന്നിട്ട് ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടേയില്ല. അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയെ ഏത് ചെറിയ കേസിലേക്ക് വരെ അയക്കാമോ അതിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ബഷീർ സംസാരിച്ചപ്പോൾ പറഞ്ഞ ശബരിമല കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എൻട്രി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അയോധ്യയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇതിനകം SIT കണ്ടെത്തിയ കൊള്ള എന്ന് പറയുന്നത് 7 കോടിയുടെയാണ് അവരുടെ അന്വേഷണത്തിൽ. അത്രയൊന്നും ഇവിടെ നടന്നതായിട്ട് നമ്മുടെ അറിവിലില്ല, ഇതുവരെയുള്ള അറിവിലില്ല. എന്നിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ വന്നു. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അവിടേക്ക് നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. വളരെ വളരെ എന്താ പറയുക, വളരെ തന്ത്രപരമായൊരു മൗനം അവിടെ. അല്ല, ഈ SIT എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഈ കേസിനെ ഹഷപ്പ് ചെയ്തെടുക്കാനുള്ള സൂത്രത്തിൻ്റെ ഭാഗമായിരിക്കാം. ആ തരത്തിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് അന്വേഷണത്തിൻ്റെ അന്തിമമായ ഫലം എന്താണെങ്കിലും ആരെല്ലാം കുറ്റക്കാരെന്ന് കണ്ടെത്തപ്പെട്ടാലും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഈ നോട്ട് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട 8 ജീവനക്കാർക്കാണ്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൽ ബന്ധമുള്ളൂ, അവരെ ചുറ്റിപ്പറ്റിയാണല്ലോ അന്വേഷണം നടക്കുന്നതും. അവരിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ഒതുക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. അതിന് മേലെ തട്ടിൽ അതിൻ്റെ നടത്തിപ്പുകാർ എന്ന മട്ടിലുള്ളവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു, ഒഴിയേണ്ടി വന്നു. അക്കൗണ്ടബിലിറ്റി എന്നത് കുറേ കൂടി ഉയർന്ന തട്ടിലേക്ക് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞു. അതിനും അപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്നതിന്
എന്നതിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യന്മാരെ സംബന്ധിച്ച്, ഹിന്ദു വോട്ടർമാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അയോധ്യ പ്രശ്നം എന്നതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് നേരെ തിരിയാൻ പോവുകയാണ്. അത് ഒരു സംശയവും അക്കാര്യത്തിലില്ല. അയോധ്യ ഇനി അങ്ങോട്ട് BJPക്ക് കൊയ്യാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമല്ലാതാവുകയാണ്. അത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന് പക്ഷേ ആളുകൾ വിചാരിച്ചിരുന്നില്ല. അവിടെ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു. ഒരു സംശയവും അക്കാര്യത്തിലില്ല. വലിയ പ്രചാരണ വിഷയമായിരുന്നു. അതിന് പാകത്തിലാണ് അതിൻ്റെ ടൈമിംഗ് ഉണ്ടായത്. അപ്പോൾ അത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം BJPയും മറ്റിതര സംഘപരിവാർ നേതാക്കളും വലിയ തോതിലുള്ള പ്രചാരണ വിഷയമാക്കി. ഒരു പരിധി കഴിഞ്ഞ് അയോധ്യ മൂവ്മെൻറ്റിൻ്റെ കാലത്ത് ഉയർന്ന കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന അന്നത്തെ പഴയ മുദ്രാവാക്യം ഉണ്ടല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി അങ്ങോട്ട് തകർക്കപ്പെടേണ്ട പള്ളികളും അവിടെ നിർമ്മിക്കപ്പെടേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രചരണം നടത്തിയിട്ട് പോലും ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടത്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും സമാജ്വാദി പാർട്ടി വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ കാലത്ത് തന്നെ ഇതൊരു BJPക്ക് ഇനി അങ്ങോട്ട് വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കൊള്ള കൂടി വരുന്നു. കൊള്ള വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത് ആദ്യമായിട്ടല്ല പുറത്തേക്ക് വരുന്നത്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റ് ആദ്യം നടത്തിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അലിഗേഷൻ അന്നു മുതലേ ഉണ്ട്. ഉടമസ്ഥനിൽ നിന്ന് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ, ഒരു ദിവസത്തെ ഗ്യാപ്പിൽ, ഒരു മണിക്കൂർ ഗ്യാപ്പിൽ അതായത് 1 ഹെക്ടറിലധികം ഭൂമി 2 കോടി രൂപയ്ക്ക് ഒരാൾ വാങ്ങുന്നു. അത് ഒരു മണിക്കൂറിനകം ഈ ട്രസ്റ്റ് 18.5 കോടി രൂപ കൊടുത്തിട്ട് വാങ്ങുന്നു. അപ്പോൾ ഈ ഇടപാടിനെ കുറിച്ചുള്ള അലിഗേഷൻ അവിടെ അന്നു മുതലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ ഈ നിർമ്മാണത്തിന് കരാറ് കൊടുക്കുമ്പോൾ ഓരോ കരാറിനും 40% കമ്മീഷൻ ഈ ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര എന്ന് പറയുന്ന ഈ സംഘപരിവാർ സംഘടനകളുടെ ഒരു നേതാവിന് കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഈ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നൊരു ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വലിയ കൊള്ളയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അതിനിടയിൽ സംഭവിക്കുന്ന വേറൊരു കൗതുകരമായൊരു സംഗതി, ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഈ രാം ജന്മഭൂമി ന്യാസ് എന്ന് പറയുന്ന ഈ ബാബറി മസ്ജിദിൻ്റെ മൂവ്മെൻറ്റിന് എതിരായ മൂവ്മെൻറ്റ് നടക്കുന്ന കാലത്ത് അതിന് നേതൃത്വം നൽകിയ രാം ജന്മഭൂമി ന്യാസിൻ്റെ നേതാവായിരുന്ന ഒരാളെയാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് ആദ്യം വെച്ചിരുന്നത്. അതിനൊരു ട്രഷറർ ഉണ്ടായിരുന്നു. ഇവരുടെ 2 പേരുടെ കയ്യിൽ നിന്നും ഈ സൈനിങ് അതോറിറ്റി എടുത്തു മാറ്റപ്പെടുന്നു. എന്നിട്ട് അത് നേരെ ഈ ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കും കൊടുക്കുന്നു. ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലിഗേഷൻ നേരിടുന്ന ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കും കൊടുക്കുന്നു. പിന്നീടുള്ള പണമിടപാടുകൾ മുഴുവൻ നടത്തുന്നത് ഇവരാണ്. അതിനിടയ്ക്ക് ഈ എന്താ പറയുക, അക്കൗണ്ട്സ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇത് ഇവിടെ വരുന്നൊന്നും രേഖപ്പെടുത്തുന്നില്ല. അതായത് കാണിക്കായി വരുന്ന പണം കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല, സ്വർണം രേഖപ്പെടുത്തുന്നില്ല, മറ്റ് അമൂല്യ വസ്തുക്കൾ കിട്ടുന്ന ഒന്നും രേഖപ്പെടുത്തുന്നില്ല. ഇത് ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിപാൽ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഈ വിവരം ട്രസ്റ്റിനെ അറിയിക്കുന്നു. ഉടനെ അയാളെ പുറത്താക്കാനാണ് ട്രസ്റ്റ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ എങ്ങനെയൊക്കെ നടത്താമോ അതിന് മുഴുവൻ ഈ ട്രസ്റ്റിലേക്ക് നിയോഗിച്ച ആളുകൾ മൗനാനുവാദം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം പറ്റുകയോ ചെയ്യുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള കഥകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ട്രസ്റ്റിലേക്ക് ആളുകളെ നിയോഗിക്കുന്നതാരാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും അല്ലെങ്കിൽ അവരെല്ലാവരും അടങ്ങുന്ന RSS BJP നേതൃത്വമാണ് ട്രസ്റ്റിലേക്ക് ആളുകളെ നിയോഗിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് എല്ലാവരിലേക്കും നീളുന്ന ഒരു വലിയ കൊള്ളയുടെ ഉപാധിയായി ഈ രാമക്ഷേത്രത്തെ മാറ്റി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഗതി വെച്ച് UP സർക്കാരിൻ്റെ തന്നെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത് എങ്കിലും സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഗതി വെച്ച് ഇതിൻ്റെ മുഴുവൻ സത്യാവസ്ഥ പുറത്തേക്ക് വരും. അതല്ലെങ്കിൽ വളരെ ഒരു ഫോറൻസിക് ഓഡിറ്റ് എന്ന മട്ടിൽ അത് നടപ്പാക്കപ്പെടും എന്ന് കരുതാൻ കഴിയുമോ? ഒരു കാരണവശാലും കരുതാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SIT എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച SIT ആണ്. ഉത്തർപ്രദേശ് സർക്കാർ SIT നിയോഗിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭരണസമിതി ആയിരിക്കുന്ന ട്രസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ട്രസ്റ്റിൽ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കുന്ന ഒരു ട്രസ്റ്റിനെ കുറിച്ചാണ് ആ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ ഉള്ള SIT അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം എവിടെ വരെ എത്തും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഒരു വളരെ എളുപ്പത്തിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഈ ട്രസ്റ്റിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് നിയോഗിച്ച IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ നമ്മളുടെ കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന ജ്ഞാനേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം ആദ്യം നീതി ആയോഗിൻ്റെ ചുമതലയുള്ള സിഇഒയുടെ പദവിയിലിരിക്കുന്ന ആളായിരുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് അത്രയും വിശ്വസ്തനാണ് ജ്ഞാനേഷ് കുമാർ. അത്തരമൊരു ഉദ്യോഗസ്ഥനെയാണ് നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിലേക്ക് നിയോഗിച്ചത്. ഞാൻ പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാട്ടിയെന്നോ കൊള്ളാക്കി കൂട്ടുന്നോ എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ നിയോഗിക്കപ്പെട്ട ആളുകൾ അത്രയും വിശ്വസ്തരായിരുന്നു. അത്രയും വിശ്വസ്തരായ ആളുകളെ നിയോഗിച്ചിട്ട് അവരിലേക്ക് ഇപ്പോഴുള്ള SIT അന്വേഷണം നീളും എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അത് മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം വെച്ചാൽ ഒരു കാരണവശാലും അത്തരം ആളുകളിലേക്ക്, ഈ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരായ ആളുകൾ, യോഗി ആദിത്യനാഥിൻ്റെ വിശ്വസ്തരായ ആളുകൾ, RSSൻ്റെയും VHPയുടെയും വലിയ നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകൾ, ഇവരിലേക്ക് അന്വേഷണം നീളും SITയുടേത് എന്ന് നമ്മൾ കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ ക്ഷേത്രങ്ങളെ റീഗെയിൻ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നതാണല്ലോ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം. ആ രാഷ്ട്രീയ ആയുധം ഇല്ലാതാക്കപ്പെടുമോ ഈ ഒരു കോൺട്രവേഴ്സിയോട്? ആ രാഷ്ട്രീയ ആയുധം ഇല്ലാതാക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ബാബറി മസ്ജിദ് കഴിഞ്ഞാൽ അന്ന് തന്നെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ കാശി മധുര ബാക്കി ഹേ എന്നായിരുന്നു അന്നുള്ള മുദ്രാവാക്യം. ഇതിപ്പോൾ കാശി മധുരയും കഴിഞ്ഞ് ബാക്കി ഒരുപാട് ഇതര സ്ഥലങ്ങളിലൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകുന്ന ഒരു സിനാരിയോയിലാണ് നമ്മളിരിക്കുന്നത്. അത് കൊണ്ടുപോകാൻ ശ്രമം നടക്കുകയാണ്. പലയിടത്തും ഹർജികൾ കൊടുക്കുന്നു. കോടതികൾ ആ ഹർജി കേട്ട ഉടനെ തന്നെ ആ ഹർജിക്കാരുടെ എന്താണോ ആവശ്യം അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനത്തെ ഒരു സിനാരിയോയിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല. അത് മുൻകാലങ്ങളിൽ തന്നെ വ്യക്തമാണ്. വർഗീയമായി വിഭജിക്കാനും അധികാരം നേടാനും വേണ്ടിയിട്ടാണ് ഈ ബാബറി മസ്ജിദ് പേരിലുള്ള തർക്കം ഉണ്ടാക്കിയത് എന്നും അതിൻ്റെ പേരിലുള്ള പിന്നീട് നടന്ന എന്താ പറയുക ആസൂത്രിതമായ കലാപങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ എവിഡൻ്റാണ്. അത് ഒരു പക്ഷേ വിശ്വാസികളെ മതം പറഞ്ഞ് ആ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ യാത്രയിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്താൻ ഒരു പക്ഷേ അക്കാലത്തൊക്കെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനി അത് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അവിടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഹിന്ദുത്വവാദികളായ ആളുകൾ വലിയ തോതിൽ കൊള്ള നടത്തുകയാണ് ചെയ്തത് എന്നുള്ളത് വളരെ എവിഡൻ്റായിട്ട് പുറത്തേക്ക് വരിക. SIT 7 കോടിയുടെ എന്ന് പറയുമ്പോൾ സമാജ്വാദി പാർട്ടിയൊക്കെ പറയുന്നത് 200 കോടിയുടെ രൂപയുടെയെങ്കിലും കൊള്ള അവിടെ നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നും 200 കോടി രൂപയുടെ കൊള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുമോ എന്ന് തോന്നും നമുക്ക്. അതിനുള്ളൊരു റീസണായിട്ട് അവർ പറയുന്നത് 2024-25 അവിടുത്തെ വരുമാനമായി കണക്കാക്കപ്പെട്ടത് 375 കോടി രൂപയാണ്. അത് ഔദ്യോഗികമായി കണക്കാക്കപ്പെട്ടതാണ്. അന്ന് എത്രത്തോളം പുറത്തേക്ക് കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ 200 കോടി രൂപയുടെയെങ്കിലും കൊള്ള ഈ ചെറിയ കാലയളവിനുള്ളിൽ, ക്ഷേത്രം എന്താ പറയുക പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 2024 ജനുവരിയിലാണ് പ്രതിഷ്ഠ കഴിയുന്നത്, 3 വർഷമായിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇതേ ആളുകൾ ഭാരവാഹികളായി ഇരുന്നിരുന്ന മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഈ കാലത്തിനിടെ എന്തുമാത്രം വലിയ കൊള്ളകൾ നടന്നിട്ടുണ്ടാവും എന്നുള്ള ആലോചന ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനം അടുത്ത വർഷം ആദ്യ പകുതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 2012 മുതലുള്ള ഉത്തർപ്രദേശിൻ്റെ പൊളിറ്റിക്സ് എടുത്താൽ ഇപ്പോൾ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി BJPക്ക് എന്നത് ശരിയാണ്. പക്ഷേ 2012 15-നും 20-നും ഇടയിൽ ശതമാനം വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അത് 37%, അതിനുശേഷം 2028 ആകുമ്പോൾ 41% വോട്ടോടു കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ക്രമാനുഗതമായ വളർച്ചയാണ് BJPക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായത്. എന്നാൽ അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപത്തെ ടാലി അനുസരിച്ചുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രധാന ക്യാമ്പയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അയോധ്യ തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി അയോധ്യ ആകാനുള്ള എല്ലാ രണ്ട് വശത്തും സാധാരണഗതിയിൽ അത് പ്രതിപക്ഷം ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കൂടി ഏറ്റെടുക്കാവുന്ന വിധത്തിൽ ഈ അയോധ്യ എന്ന രാഷ്ട്രീയ പ്രശ്നം അതിൻ്റെ നേരെ തിരിഞ്ഞുള്ളൊരവസ്ഥയിലേക്ക് പ്രതിപക്ഷത്തിന് മുൻകാലത്ത് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടായിരുന്നു അയോധ്യ എക്കാലത്തും ഉണ്ടായിരുന്നത്. എപ്പോഴും BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും വലിയ തോതിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് അയോധ്യ എക്കാലത്തും അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
കാരണം ഇപ്പോൾ ഇതൊരു വലിയ കൊള്ളയുടെ കഥയായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. അത് വലിയ തോതിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റും. പക്ഷേ പ്രതിപക്ഷത്തിന് പറ്റണമെങ്കിൽ പ്രതിപക്ഷം ആ വോള്യത്തിൽ അതിനെ ഉപയോഗിക്കാൻ ഇപ്പോൾ മുതൽ ശ്രമിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ അയോധ്യ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച് ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ രാജ്യത്തുള്ള വിദേശ പര്യടനത്തിലാണ്, പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കൊള്ള നടന്നതിന് ശേഷവും ഇതിനെ വളരെ ലൗഡായി പറയാൻ ശ്രമിക്കുന്നില്ല? ഇപ്പോൾ സമാജ്വാദി പാർട്ടി മാത്രമാണ് അത്തരമൊരു പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ സംഭവിക്കാറുള്ളത് പോലെ അതും രാമനെതിരായുള്ള ഒരു പ്രശ്നമായി വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ ഇനി BJPക്ക് കഴിയും? സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെച്ചാൽ ഇത് രാമനെതിരായിട്ടുള്ളൊരു ഒരു സംഗതിയായിട്ട് ഒരു കാരണവശാലും പറയാൻ പറ്റില്ലല്ലോ. കാരണം എക്സ്പ്ലിസിറ്റായിട്ട് ഒരു കൊള്ളയുടെ കഥ അവിടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. അത് മുമ്പിൽ നിൽക്ക്, നിങ്ങളല്ലേ കൊള്ള കാണിച്ചത്, നിങ്ങളുണ്ടാക്കിയ ട്രസ്റ്റല്ലേ അതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് രാമനെതിരെ പറയുകയാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്, പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കൊള്ളയുടെ തുടർച്ചയായിട്ട് നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2014 ശേഷം പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പല തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇതും കാണണം. അതിൽ ഏറ്റവും വലിയ കൊള്ള എന്ന് പറയുന്നത് ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ MP-മാരെയോ അല്ലെങ്കിൽ MLA-മാരെയോ ഒക്കെ പർച്ചേസ് ചെയ്ത് അധികാരം കൊള്ളയടിക്കുന്ന ഒരു പരിപാടി പല സംസ്ഥാനങ്ങളിൽ പല രൂപത്തിൽ നമ്മൾ കണ്ടു. അങ്ങനത്തെ ഒരു കൊള്ള ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ എന്താ പറയുക, അധികാരത്തിലെത്താൻ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അധികാര യാത്രയിൽ വലിയ തോതിൽ പിന്തുണച്ച അദാനി ഗ്രൂപ്പിന് രാജ്യത്തിൻ്റെ സമ്പത്ത് വലിയ തോതിൽ കൊള്ളയടിക്കാനുള്ള ഒരു അവസരം എല്ലാ രംഗത്തും തുറന്നു കൊടുത്ത ഒരു കൊള്ളയുടെ ഒരു വഴി അവിടെ നടക്കുന്നു. അതിൻ്റെ വേറൊരു രൂപമാണ് ഈ വിശ്വാസത്തിൻ്റെ മറ ഉപയോഗിച്ചുകൊണ്ട് വലിയ കൊള്ള നടത്തുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒക്കെ പണം ഈ പറയുന്ന അധികാര നേട്ടത്തിന് വേണ്ടിയിട്ടും അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് സംശയിക്കണം നമ്മൾ. അപ്പോൾ ഈ രൂപത്തിൽ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയോ ഇല്ലയോ എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടി എന്തായാലും അതിൽ ഒരു എന്താ പറയുക, മുൻകൈ ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ മഹിപാൽ സിംഗ് ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടി ഇത് ഉന്നയിച്ചു കഴിഞ്ഞതിന് ശേഷം BJPയിലെ ചില ആളുകൾക്ക് പോലും അത് ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയി മാറിക്കഴിഞ്ഞു. ഇതൊരു എന്താ പറയുക, വിശ്വാസം എന്നോ രാമൻ എന്നോ ഒക്കെയുള്ള ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു സബ്ജക്റ്റ് അല്ല, മറിച്ച് ഇതൊരു വലിയ തീവട്ടിക്കൊള്ളയുടെ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1990 മുതലാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി രാമജന്മഭൂമി പ്രശ്നം ഉയർന്നു വന്നത്. 40 വർഷത്തിൻ്റെ അവസാനത്തിൽ ശ്രീരാമൻ എന്നത് BJPക്ക് ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ എന്നതിന് പകരം അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ മെറ്റീരിയലായി ശ്രീരാമൻ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. റൈറ്റ്, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. ശ്രീരാമൻ എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ഇറലവൻ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ഇറലവൻ്റായിരുന്നു. ഇനി അങ്ങോട്ട് അത് BJPക്ക് നേരെ തിരിച്ചുള്ളൊരു ആയുധമായിട്ട് ഈ അയോധ്യയിലെ രാമക്ഷേത്രം മാറുകയാണോ എന്ന് നമ്മൾ നിശ്ചയമായും കരുതണം. അതിൽ പ്രതിപക്ഷത്ത് നിന്ന് ഏതളവിലായിരിക്കും ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ ഏതളവിലായിരിക്കും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ് എന്ന് കരുതുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.